ശരിക്കും ഉണ്ടാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ യോഗങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ യോഗങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞു രാജയോഗം ഉണ്ടാവും, ദരിദ്രനാകാനുള്ള യോഗമുണ്ട്. ഇതിൽ ഏത് ഗ്രഹങ്ങളാണ് ഈ വ്യക്തിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്? ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചന്ദ്രകേമദ്രുമ യോഗം. ചന്ദ്രകേമദ്രുമ യോഗത്തിന് മിക്ക ജാതകങ്ങളെ കൊണ്ടും ചന്ദ്രകൽപദ്രുമം കൊണ്ട് ഭംഗം വന്നിട്ട് നമുക്ക് കാണാം. അതെ, കാണാമല്ലോ. അതെ. പക്ഷേ ഈ ഭംഗം വന്നാലും ഇവർക്ക് വൈവാഹിക പ്രശ്നങ്ങളുണ്ടാവും, പുനർവിവാഹം പോലത്തെ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഭംഗം വന്നല്ലോ. അപ്പോൾ ഈ ഭംഗം വരുത്തുന്നതായിട്ടുള്ള ഗ്രഹം ഈ വരുന്ന സാധനത്തിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പവറോട് കൂടിയാണോ ഇയാളുടെ ജാതകത്തിൽ നിൽക്കുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ യോഗത്തിൻ്റെ ഫലം കാണിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഡെപ്തായിട്ട് അനലൈസ് ചെയ്താലേ ഒറ്റ നോട്ടത്തിൽ യോഗം കാണുമ്പം കൽപ്പദ്രുമ യോഗത്തിന് ഭംഗമുണ്ട്, കേമദ്രുമ യോഗത്തിന് ചന്ദ്രകൽപ്പദ്രുമം കൊണ്ട് ഭംഗമുണ്ട്, കുഴപ്പമില്ല, ജാതകത്തിൽ തന്നെ പരിഹാരമായി എന്ന് നമ്മൾ പറയും. പക്ഷേ ഇത് പരിഹാരമാവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ ഭംഗം വരുത്തിയത് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത്, ഈ പ്രശ്നത്തെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള പവർ ഈ ആളുടെ ജാതകത്തിൽ ചെലുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ ഈ ഗ്രഹത്തിന് ഇത്രയും സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ഇൻഡെപ്തിൽ ഇതിനെ ഓരോ ഗ്രഹങ്ങളെയും എടുത്ത് അതിൻ്റെ ഇത്ര ശതമാനം നമുക്ക് കിട്ടുന്നുണ്ട്, ഓരോ വ്യക്തിയിലെ ഈ ദുരിതങ്ങൾ എത്ര ശതമാനം ബാധിക്കുന്നുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളെന്ത് പറയാൻ, ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. ഈ പ്രശ്നം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഈ ശനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഗ്രഹമല്ല. ശനീശ്വരൻ ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ശനിയുടെ ഒരു മാലാമന്ത്ര ജപക്രമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സകല ഐശ്വര്യങ്ങളും എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ ശനി. അപ്പോൾ ശനി ദശാകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശനിദോഷം ഉണ്ടാകുന്ന എല്ലാവരുടെ ജാതകത്തിലും ശനിദോഷം ഉണ്ട്. ശനിദോഷം ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമുക്ക് പൊതുവേ പേടിപ്പിച്ചിട്ടുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. ഓവിൻ്റെ ഇടയിൽ എലി പെട്ടു, അവിടുന്ന് അഭിഷേകം ചെയ്തു, ഇപ്പുറത്തെ നാൾ കുത്തി, ഈ ഒരു അവസ്ഥയിലാണെന്നൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കുറേ കേട്ട് കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ദശാസന്ധിയിൽ ഈ ശനിയുടെ മന്ത്രത്തെ എങ്ങനെ ഉപാസിക്കാം, ആ സമയത്തെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കി എടുക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ദശകൾ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് അയാളുടെ യോഗത്തെ ബേസ് ചെയ്തിരിക്കും. പൊതുവേ നമ്മൾ ജ്യോതിഷം അനലൈസ് ചെയ്യുമ്പോൾ ആരും യോഗങ്ങൾ നോക്കാറില്ല എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. എല്ലാവരും ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ട് ഇതാണ് അറിയുന്നത്, നാളെ എനിക്ക് പൈസ ഉണ്ടാവുമോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പണം ഉണ്ടാവാൻ, രാജയോഗം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് രാജാവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികം ദരിദ്രനായി തന്നെ കഴിയുന്നു? ഇവിടെയാണല്ലോ പ്രശ്നം കിടക്കുന്നത്. ആ പ്രശ്നത്തെ കണ്ടെത്തിയിട്ട് അതിനെ അനലൈസ് ചെയ്ത് പരിഹരിക്കാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും? ഇപ്പോൾ ജാതകത്തിൽ ഇപ്പം 12 വ്യാഴമുള്ള ഒരാൾക്ക് എപ്പോൾ നോക്കിയാലും 12 വ്യാഴം തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഇപ്പോൾ യോഗങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞാൽ ചിലപ്പം തീരില്ല, മനസ്സിലാവില്ലായിരിക്കാം. ഇപ്പോൾ ഈ 12 ഗു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഗുരുവാണ്. അപ്പോൾ ഈ പ്രശ്നമുണ്ട്, ഇപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ മറ്റേ ഒരാൾ പറഞ്ഞാൽ നമുക്ക് മായ്ച്ചു കളയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ഗ്രഹത്തിന് ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള യോഗങ്ങൾ ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥയെ റെഡ്യൂസ് ചെയ്യുന്നതിന് തന്ത്രത്തിൽ ചില പ്രോസസ്സ് ഉണ്ട്. ഇതിന് യോഗഭംഗം എന്ന് പറയും. നമ്മൾ ജ്യോതിഷത്തിൽ യോഗഭംഗമല്ല, തന്ത്രശാസ്ത്രത്തിൽ ഇപ്പം അങ്ങയുടെ ജാതക പ്രകാരം ഇപ്പോൾ ഓരോ രാശിക്കും ഓരോ ദേവതകളുണ്ട്. മേടത്തിനൊരു ദേവതയുണ്ട്, ഇടവത്തിന്, ഇങ്ങനെ ഓരോ രാശിക്കും ഒരു ദേവതയുണ്ട്. ഈ രാശി ദേവതകളെല്ലാം ഈ പറയുന്ന പോലെ 12 രാശി വരച്ച് അതിനകത്ത് പൂജിച്ച് അതിനകത്ത് ഈ പറയുന്ന പോലെ താങ്കളുടെ ജാതകത്തിൽ ഇരിക്കുന്ന അതേ ക്രമത്തിൽ നവഗ്രഹങ്ങളെ ആവാഹിച്ച് താങ്കളുടെ ഒരു ജാതകം പുനഃസൃഷ്ടിക്കും. പുനഃസൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ നെഗറ്റീവ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളുടെ എനർജിയെ സങ്കോചക്രിയയിലൂടെ ചുരുക്കി അതിനെ മാറ്റിവിടുന്നൊരു പ്രോസസ്സാണ് ഈ പറയുന്ന യോഗഭംഗം എന്ന് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥയെ കുറയ്ക്കാനും മറ്റതിനെ ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഗ്രഹങ്ങൾ വർക്കൗട്ടാവും. ഇനി അതല്ല, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായത്, ഈ സമയത്ത് ജനിച്ചുകൊണ്ടാണല്ലോ യോഗങ്ങൾ ഇങ്ങനെ വർക്കൗട്ടാകുന്നത്. അപ്പം എന്തുകൊണ്ട് രാജയോഗം ഫലിക്കുന്നില്ല? അപ്പോൾ രാജയോഗം ഫലിക്കാതിരിക്കാനായിട്ട് കാരണമായിരിക്കുന്ന ഘടകത്തെ, റൂട്ട് കോസിനെ കണ്ടെത്തുക. അതിനെ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റത് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തെടുത്താൽ നമുക്കിതിനകത്ത് പൂർണ്ണമായിട്ടൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിൽ സംശയമൊന്നുമില്ല. കറക്റ്റാണ്, ലിതേഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഈ പറയുന്ന ശനിയുടെ കേസ്, നമ്മൾ ശനിയിൽ തുടങ്ങി ഇപ്പം യോഗങ്ങളിൽ അവസാനിച്ചു. ശനിയിൽ നിന്നും പേടിപ്പെടുത്തലുകൾ മാറി ഒരു എന്താ പറയുക, ഒരു ഡിസിപ്ലിൻഡ് പ്ലാനറ്റാണ് ശനി. പ്രോപ്പറായിട്ട് നമ്മൾ ക്ലെൻസിങ് പ്രൊസീജിയറിലൂടെ പോകുന്നതാണ് ശനി എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ യോഗങ്ങളിലേക്ക് വരുമ്പോൾ
ഈ ഇപ്പോൾ ചന്ദ്രദ്രുമ ചന്ദ്രകേമ പറഞ്ഞല്ലോ, ആ യോഗത്തിനകത്ത് മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ അല്ലേ? സ്വാഭാവികമായിട്ടും ദൈവി ഉപാസനയോ അല്ലെന്നുണ്ടെങ്കിൽ അമാവാസി വരുന്ന സമയങ്ങളിലാണ് മനസ്സിന് ബലക്കുറവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചന്ദ്രന് ബലക്കുറവുള്ള ഒരാളാണെങ്കിൽ തകർന്നു പോകും. അവിടെയല്ലേ ജ്യോതിഷൻ നോക്കിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വിടേണ്ടത്? തീർച്ചയായിട്ടും അല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഗ്രഹം എത്രത്തോളം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഗ്രഹം ഇപ്പൊ ഇത്രയും മൈൽ അകലെ കിടക്കുന്ന ചന്ദ്രനാണോ എന്നുള്ള ഒരു വിഷയവും കൂടി ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ട്. അതെ അതെ, അവിടെയാണ് പ്രശ്നം. ഇതിനെ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുന്നിടത്താണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് നമ്മൾ ഇപ്പം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്, മനോബലം കുറഞ്ഞൊരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചന്ദ്രകേമദ്രുമ യോഗം കൊണ്ട് പറയുന്നത്. അതെ. അപ്പം നമുക്ക് ആ വ്യക്തിയിൽ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും നമ്മൾ അതിന് മാറ്റാവുന്ന കാര്യങ്ങളാണ് ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും. അല്ലേ? ഇതൊരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ്. അതെ. അപ്പോൾ ഈ ഗ്രഹം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ചന്ദ്രൻ വീക്കാണെന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് വീക്കാണെന്നാണ് അതിനർത്ഥം. അതെ അതെ, അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ചന്ദ്രൻ വീക്കാണെന്നല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ രീതിയിൽ ജ്യോതിഷത്തെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ശാസ്ത്രീയമായി പഠിക്കണം. ശരി അല്ലേ? അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ പോകണം. കാരണം അവിടെയാണ് ഇതിന് കുറച്ചുകൂടി ശാസ്ത്രീയത കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ശാസ്ത്രീയത ഇല്ലയെന്നല്ല, ഇപ്പോഴത്തേനകത്ത് നമുക്ക് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ട്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി വരുമ്പോൾ പലരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കയറി വരുമല്ലോ. അപ്പം പൂർവികമായിട്ടുള്ള ഋഷിപ്രോക്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് എന്താണ് നവഗ്രഹം, ഇപ്പോൾ ചന്ദ്രൻ മനസ്സാണ് എന്ന് പറയുന്നു, മാതൃകാരകനാണെന്ന് പറയുന്നു, അപ്പോൾ ഇതെങ്ങനെ ഒരാളിൽ എഫക്റ്റ് ചെയ്യുന്നു, മാതാവ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഈ പേരിൽ വലിയ പ്രാധാന്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ മുമ്പത്തെ കാര്യങ്ങളിലെ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഈ ഡോക്ടറേറ്റ് ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രകൃതിയിലുള്ള വസ്തുക്കളെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നതാണ്. അതെ. അതുകൊണ്ടാണ് ശനി ഇരുണ്ട ഗ്രഹമായതുകൊണ്ട് മോശം കാലാവസ്ഥയാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് ആ ഒരു താരതമ്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണത്. നല്ല സന്തോഷം. ഈ അമാവാസി സമയങ്ങളിൽ ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ ബലക്കുറവാണ് ഈ പറയുന്ന മെജോറിറ്റി ആൾക്കാർക്ക്. നമ്മളിപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്ന സമയത്ത്, കുരുതി കാണാൻ പോകുന്ന സമയത്ത് നമ്മളോട് സ്വാഭാവികമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വൈകൃത രൂപങ്ങൾ കാണാൻ പറ്റും. അതെ അതെ, പെട്ടെന്ന് വിളിക്കുന്നു, സംസാരിക്കുന്നു, ബഹളം കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും ആൾക്കാർ ആദ്യം പേടിക്കും. എന്തായാലും ആ ഒരു നിർവചനം താങ്കൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ട്. ചന്ദ്രൻ്റെ ബലക്കുറവ് നല്ലൊരു ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കുകയും മാറ്റി കൊടുക്കുകയും ചെയ്താൽ വളരെ സന്തോഷം. അതിനുമപ്പുറം നമ്മുടെ ഈ ജ്യോതിഷന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് രജുദോഷം, മധ്യമരജു, അല്ലെങ്കിൽ എന്താ പറയുക ദശാസന്ധി. ഇപ്പോൾ ദശാകാലങ്ങളിൽ വരുന്ന, ഫോർ എക്സാമ്പിൾ ബുധദശയാണെങ്കിൽ ബുധദശയിൽ വരുന്ന, മഹാദശയിൽ വരുന്ന സന്ധി. അതെ അതെ. അപ്പോൾ ഇവിടെ ഒരു 10 ജാതകങ്ങൾ നോക്കുമ്പോൾ അതിലൊരു 7 റിജക്ഷൻ വരുന്നുണ്ട്. അതായത് രാശിപ്പൊരുത്തം, രാശാധിപൊരുത്തം, യോനിപ്പൊരുത്തം, മഹേന്ദ്രപൊരുത്തം, ഇതെല്ലാം എന്തൊക്കെ നോക്കിയാലും 7 റിജക്ഷൻ വരുന്നു. കേരള സ്റ്റേറ്റ് വിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ 7 5 എടുക്കുന്നുണ്ട്. അതെ അതെ അതെ, ഓരോ സ്ഥലത്തെത്തുമ്പോൾ ദേശകാലങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റം വരുന്നു. പക്ഷേ ഈ 5 എടുക്കുന്നതിനകത്ത് പലരും നമ്മൾ നോക്കുമ്പോൾ ഇന്നും ജാതകം നോക്കി റിജക്ഷൻ വന്നതുപോലും വളരെ സന്തോഷപൂർവ്വമായി ജീവിച്ചു പോകുന്നുണ്ട്. ഇവിടെ ജാതകം നോക്കി എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞവരും ഡൈവേഴ്സായി പോകുന്നുണ്ട്. അപ്പം ഈ ചൊവ്വയെ വില്ലനായി കാണുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആക്ച്വൽ സംഭവം ഒന്ന് പറയാമോ? അല്ല, ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ നോട്ടത്തിലൊരു ഈ പറഞ്ഞ പോലെ പൊരുത്തങ്ങളെല്ലാം നോക്കി, മധ്യമരജ്ജു മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നോക്കി ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊരു ഒരു എന്താ പറയുക വെയ്ഗായിട്ട് അനലൈസ് ചെയ്ത് വിടുന്ന ഒരു മെത്തേഡിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങനല്ല. ഇതിപ്പം ഒരു ജാതകത്തിൽ ഈ മറ്റേയാളുടെ ജാതകം കൊണ്ട് ഇതെങ്ങനെ ചേരും എന്നുള്ളതിനകത്ത് കൃത്യമായി നോക്കണം. ഇപ്പം ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നവരുണ്ട്. അപ്പം അത് ഈ കാര്യങ്ങൾ കൃത്യമായി അവരുടെ ലൈഫിൽ വരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ജാതകം അനലൈസ് ചെയ്താലും അനലൈസ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആവാതെ വരുമല്ലോ. അപ്പോൾ ഓരോ ദേശത്ത് ചെല്ലുന്ന സമയത്ത് ഈ ദേശകാലാനുസൃതമായിട്ട് ഇതിൽ മാറ്റങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇതാ ഞാൻ പറയുന്നത്, പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വരുമ്പം ഏത് ദേശത്ത് ചെന്നാലും ഇതിനെല്ലാം ഒരേ അർത്ഥങ്ങളേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ പറയുന്ന ആക്യുറസി. അങ്ങനത്തെ രീതിയിൽ നമ്മൾ സ്ഫുടം ചെയ്തെടുത്ത് കിട്ടുന്ന ഒരു ആരൂഢം ഇപ്പം ഞാൻ എടുത്താലും അങ്ങെടുത്താലും ഒരേ ആരൂഢേ വരുള്ളൂ. ശരിയാണ്. ഏത് ദേശത്താളെടുത്താലും ഒരേ ആരൂഢേ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൃത്യമായി ഇതിനെ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഈ ചൊവ്വ എന്ന് പറയുന്നത് ഇപ്പം 7 ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്, ഈ വ്യക്തിയിൽ ഈ ചൊവ്വ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ
അല്ല ഇതിനെ അനലൈസ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ ചന്ദ്രകേമദ്രുമ യോഗം പോലെയും കാളസർപ്പ യോഗം പോലെയും ഒറ്റ നോട്ടത്തിൽ ഈ ഗ്രഹങ്ങൾക്കിടയിൽ ഇതില്ല, അതുകൊണ്ട് ഇത് പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രഹം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്, അത് അയാളുടെ വൈവാഹിക സ്ഥാനത്ത് നിൽക്കുമ്പോൾ, 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, ഈ 7ാം ഭാവത്തിൽ ഈ ഗ്രഹം മോശമായിട്ടാണോ നിൽക്കുന്നത്, നല്ലതായിട്ടാണോ നിൽക്കുന്നത്, ഈ വ്യക്തിയുമായിട്ട് ഈ ഗ്രഹത്തിന് എന്തൊക്കെ ബന്ധങ്ങളാണ് വരുന്നത്, ഈ വ്യക്തിയിൽ എങ്ങനെയാണ് ഈ ഗ്രഹം ബാധിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനൊരു ജഡ്ജ്മെൻറ്റ് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട്, അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരേ ഫലമല്ല. അതെ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫലം പറയുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. കോമൺ ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല ജ്യോതിഷം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഈ പറയുന്ന ശനിയുടെ യോഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ യോഗഫലങ്ങളാണെങ്കിലും ഈവൻ ചന്ദ്രൻ്റെ ബലക്കുറവാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ചൊവ്വയുടെ സംഭവം എന്താണെങ്കിലും ഒരു ജാതകന് നല്ലൊരു ദൈവജ്ഞനടുത്ത് എത്താൻ ഭാഗ്യമുണ്ടാകട്ടെ. ഒരു പേടിപ്പെടുത്തലുകളില്ലാതെ വളരെ സന്തോഷപൂർവ്വമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദി. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.